ദ ജേർണലിസ്റ്റിലേക്ക് മതനിരപേക്ഷ കേരളത്തിന് മുതൽക്കൂട്ടാകുന്ന ഒരു ഗംഭീര പരിപാടി നാളെ കൊല്ലം ആശ്രാമം മൈതാനത്ത് നടക്കാൻ പോവുകയാണ്. മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും ഒക്കെ നമ്മുടെ സമൂഹം വളരെ ശ്രദ്ധയോടുകൂടി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന സന്ദേശം വിളിച്ചോതുന്ന ഈ പരിപാടി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി കേരളത്തിൽ സജീവമാകുന്നതിൻ്റെ തുടക്കം എന്ന നിലയിൽ രാഷ്ട്രീയമായി ഈ പരിപാടിയെ കാണാം. പക്ഷെ സാമൂഹ്യമായി അതിനേക്കാൾ വലിയ അർത്ഥങ്ങൾ, ഒരുപാട് അർത്ഥങ്ങൾ ഈ പരിപാടിക്കുണ്ട്. നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവനും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും തമ്മിൽ ശിവഗിരി മഠത്തിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ കൂടിക്കാഴ്ചയുടെ ശതാബ്ദിയാണ് വിപുലമായ പരിപാടികളോടെ നാളെ രാവിലെ 11 മണിക്ക് കൊല്ലം ആശ്രാമം മൈതാനത്ത് ആരംഭിക്കാൻ പോകുന്നത്. 35 ഇസ്ലാമിക പണ്ഡിതന്മാർ, 35 ക്രൈസ്തവ പണ്ഡിതന്മാർ, 35 ഹൈന്ദവ പണ്ഡിതന്മാർ തുടങ്ങിയവരെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. അവർക്ക് യതി പൂജ ചെയ്യുന്നുണ്ട്. അതായത് മതനിരപേക്ഷത വിളിച്ചോതുന്ന കേരളത്തിൻ്റെ മതനിരപേക്ഷതയും മതസൗഹാർദ്ദവും എത്രത്തോളം ശക്തമാണ് എന്ന് രാജ്യത്തെ, ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മഹത്തായ പരിപാടി നടക്കുമ്പോൾ അതിലേക്ക് രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അല്ലാതെ മറ്റാരെയാണ് ശിവഗിരി മഠം ക്ഷണിക്കേണ്ടത്? ഈഴവരുടെ അപ്പോസ്തലനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ വിദ്വേഷവും വെറുപ്പും മുസ്ലിം വിരോധവും മലപ്പുറം എന്ന ജില്ലയോടുള്ള വൃത്തികെട്ട മനോഭാവവും ഒക്കെയായി നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ ഈഴവ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ്, ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് പറഞ്ഞ് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശിവഗിരി മഠം ഇവിടെ ഒരു വലിയ മതസൗഹാർദ്ദ പരിപാടി നടത്തുകയാണ്. അതും ശ്രീനാരായണ ഗുരുദേവനും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും തമ്മിൽ ശിവഗിരി മഠത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷിച്ചുകൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ദിവസം BJPയുടെ കൺകണ്ട ദൈവമായ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ PC ജോർജ് മഹാത്മാഗാന്ധിയെ പച്ചത്തെറി വിളിക്കുകയായിരുന്നു. ഒരു കാമഭ്രാന്തനാണ് മഹാത്മാഗാന്ധി എന്ന് പരോക്ഷമായി പറഞ്ഞ PC ജോർജ് നമ്മുടെ രാഷ്ട്രപിതാവിനെ തെറി വിളിച്ചുകൊണ്ടാണ് ആ അഭിമുഖത്തിലുടനീളം സംസാരിച്ചത്. ഈഴവരുടെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തെയും ഹൈന്ദവരെയും തമ്മിലടിപ്പിക്കാനുള്ള പണി ഒരുപാട് എടുത്തു നോക്കിയതാണ്. പക്ഷെ അവിടെയൊന്നും കേരളത്തിൻ്റെ മതനിരപേക്ഷ ബോധം രാജ്യസ്നേഹികളായ മലയാളികൾ വീണുപോയിട്ടില്ല. പക്ഷേ തകർക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി കേരളത്തിൽ തീവ്രവർഗീയ ഭാഷണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകുന്ന മുന്നണികൾ ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കാറിൽ കയറ്റി വെള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയവാദിയെ കൊണ്ടു നടന്ന് ആദരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ BJPയും പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. PC ജോർജിനെ BJP വീണ്ടും സീറ്റ് കൊടുത്ത് നമ്മുടെ സമൂഹത്തിന് ഒരു പ്രത്യേകതരം സന്ദേശം നൽകുകയാണ്. ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഞങ്ങളുടെ നേതാക്കളെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ ആദരിക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞിട്ട്. അപ്പം മതനിരപേക്ഷതയ്ക്ക് കത്തിവെക്കുന്ന, മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്ന പല നേതാക്കളെയും പൊക്കിക്കൊണ്ട് നടക്കുന്ന മുന്നണികൾക്കും പാർട്ടികൾക്കുമൊക്കെയുള്ള ശക്തമായ താക്കീതാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന, രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഈ പരിപാടിയിലൂടെ നൽകാൻ പോകുന്നത്. അതായത് ഇത് വർഗീയതയുടെ മണ്ണല്ല. കേരളം അന്യമത വിദ്വേഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ നാടല്ല. ഇവിടെ നിരപേക്ഷതയും മതസൗഹാർദ്ദവും തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനെയും മഹാത്മാഗാന്ധിയെയും ഒക്കെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മൂല്യങ്ങളായി നടപ്പാക്കുകയും ചെയ്യുന്നവരുടെ മണ്ണാണിത്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ വിദ്വേഷ രാഷ്ട്രീയം കളിച്ചാൽ അതിനെ ശക്തമായി ഇതുപോലെ മതനിരപേക്ഷ സദസ്സുകൾ ചേർത്ത് സംഘടിപ്പിച്ച് ഞങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കുമെന്ന സന്ദേശം കൂടി ഈ മഹത്തായ പരിപാടിയിലൂടെ കേരളത്തിന് നൽകപ്പെടുകയാണ്. ഇസ്ലാമിക പണ്ഡിതന്മാരെയും ക്രൈസ്തവ ശ്രേഷ്ഠന്മാരെയും ഹൈന്ദവ പണ്ഡിതരെയും ഒക്കെ വിളിച്ചു ചേർത്ത് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നു, അവരെ ഒന്നിച്ചിരുത്തി ആദരിക്കുന്നു. ഇതൊക്കെ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം മതനിരപേക്ഷതയുടേതാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ സജീവമാകാൻ പോകുന്നു എന്ന സൂചനയും ഈ പരിപാടിയിലൂടെ തന്നെ ലഭിക്കുകയാണ്. കാരണം ഇത്രയും മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുന്ന ഇത്രയും വലിയൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ ഗാന്ധി നേരിട്ടെത്തുമ്പോൾ താൻ പറയാൻ പോകുന്ന രാഷ്ട്രീയം, കേരളത്തിൽ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന രാഷ്ട്രീയം ഇത് തന്നെയാണ് എന്ന് കോൺഗ്രസിനെ രാഷ്ട്രീയമായി പറയുകയും ചെയ്യാം. വർഗീയതയുടെ വഴിയിലൂടെ ഞങ്ങൾ പോകില്ല എന്ന സന്ദേശവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മലയാളികൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് വേണമെങ്കിൽ ഈ പരിപാടിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും കേരളത്തിന് ഒരുപാട് ഗുണമുണ്ടാകുന്ന, കേരളത്തിൻ്റെ മതനിരപേക്ഷത മുറുക്കെ പിടിക്കാൻ, ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വലിയ പരിപാടി തന്നെയാണ് കൊല്ലത്ത് നാളെ നടക്കാൻ പോകുന്നത് ആശ്രാമം മൈതാനത്ത്.